എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, കുറ്റിപ്പുറം നടുവട്ടം പ്രദേശങ്ങളിലെ ആളുകൾക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഈ സ്ഥാപനത്തിന് സ്വന്തമായ കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. നമ്മളെ പ്രിയങ്കരനായ അബ്ദുൽ സമദ് സമദാനി എംപിയെയും ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ സാഹിബ് അവർകൾ, ബ്ലോക്ക് പ്രസിഡന്റ് ബഹുമാന്യനായ വസീമ വേളേരി, നമുക്ക് ഏറെ ശ്രദ്ധേയമായ ഒരു മഹത്തായ ചടങ്ങിലാണ് ഇന്ന് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. ആദ്യമായി എനിക്ക് ആത്മാർത്ഥമായി എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനുള്ളത്, നമുക്ക് നടുവട്ടത്തിൽ ഹൃദയഭാഗത്ത് ഇന്ന് ഇവിടെ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞ സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം അനുവദിച്ചു തന്ന നമ്മുടെ പരേതനായ വേലായുധേട്ടനും ഓർമ്മകളിൽ നിന്ന് അവരുടെ കുടുംബത്തെയും ആത്മാർത്ഥമായി എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണ്. നമുക്ക് ഇതിനു വേണ്ടി ഒരു വേദി ഒരുക്കി തന്ന ആ ഒരു കുടുംബത്തെ. നമുക്കറിയാം, കോവിഡിൻ്റെ അന്തരീക്ഷത്തിലാണ് ഈ ഒരു ഭരണസമിതി ആദ്യമായി മുന്നോട്ട് കാൽ ചുവട് വെക്കുന്നത്. അന്ന് മുതൽ ആയുർവേദ ഡിസ്പെൻസറി എന്നറിയപ്പെടുന്ന കെട്ടിടം 3 നൂറ്റാണ്ടുകൾക്ക് മുന്നേ പലയിടങ്ങളിലായി വാടക കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുക എന്നൊരു അന്തരീക്ഷമായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ ലാസ്റ്റ് ടൈമിലാണ് ഇന്ന് ഇങ്ങനെ ഒരു കെട്ടിടത്തിന് നമുക്ക് ഇന്ന് തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ്. വേദിയിലുള്ളവരൊക്കെ നമുക്ക് ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമാണ്. ഞാൻ എല്ലാവരുടെയും പേരൊന്നും വായിച്ച് സമയം കളയുന്നില്ല, പലരും സംസാരിക്കാനുണ്ട്. പിന്നെ എല്ലാവരും നമുക്ക് സുപരിചിതരാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷ ഇവിടെ ഉണ്ട്, പ്രസിഡന്റ് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യയായ പ്രസിഡന്റ് നസീറ പറത്തൊടി, നമ്മുടെ മുഖ്യാതിഥി, നമ്മുടെ മണ്ഡലത്തിൻ്റെ ശബ്ദം സഭയിലും സഭയ്ക്ക് പുറത്തും ശക്തമായി ഉന്നയിക്കുന്ന വികസന കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇവിടെ വേണ്ടതായ നേതൃത്വം നൽകുന്ന ബഹുമാന്യ സുഹൃത്ത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രഗത്ഭനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ ഞാൻ പറഞ്ഞ വെറുതെ അല്ല എന്നാണ് പറയാം. അതുപോലെയൊക്കെ തന്നെ വളരെ ശക്തമായി എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. തൻ്റെ ഏരിയയിൽ വളരെ വിപുലമായ വലിയ തുകയുടെ, ഇത്ര വലിയ തുക എങ്ങനെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ലഭിക്കുന്നു എന്ന്, അത്ര വലിയ വികസന പ്രവർത്തനങ്ങൾ തൻ്റെ ഈ മേഖലയിൽ കുറഞ്ഞ കാലം കൊണ്ട് നടത്തിയ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ അണ്ടത്താണി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ബഹുമാന്യ സഹോദരി വസീമ അടക്കം, വൈസ് പ്രസിഡന്റ് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വേലായുധൻ, അതുപോലെ മെമ്പർമാർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, ജനനേതാക്കൾ,
എല്ലാവരും വളരെ സ്തുതിച്ച് പ്രശംസിച്ച് പറയുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബൂബക്കർ, പഞ്ചായത്ത് സെക്രട്ടറി ജാബിർ കുട്ടി, ഓവർസിയർ രാജീവ്, പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട പേരുണ്ട്. നമ്മളെല്ലാവരും അവരെ ആദരിക്കാനും വേണ്ടി കൂടിയാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അനവസരത്തിലാവുകയില്ല, അനുചിതമാവുകയില്ല. ഒരു കുടുംബത്തെ തന്നെ ബഹുമാനിക്കാനാണ് ഈ മഹത്തായ സംഗതിക്ക് സ്ഥലം നൽകിയ, സൗജന്യമായി സ്ഥലം നൽകിയ തീയന്തിരുത്തി കുടുംബം, പരേതനായ ശ്രീ വേലായുധൻ അവറുകളുടെ സഹധർമ്മിണി റോജ, മകൻ ഷൈജു, മകൾ ഷിജു, അവരെ പ്രത്യേകം നമ്മൾ അവരുടെ സഹധർമ്മിണി വേലായുധേട്ടൻ്റെ സഹധർമ്മിണി ഇവിടെ വേദിയിൽ തന്നെയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ബഹുമാനം, ഞാൻ നിങ്ങളുടെ നാടിൻ്റെ ബഹുമാനം, നാടിൻ്റെ കടപ്പാട് ഈ ചടങ്ങിൽ വെച്ച് ആദ്യമേ അവരെ അറിയിക്കുകയാണ്. ബാക്കി എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ അഭിസംബോധന ചെയ്യുന്നു. ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുറ്റിപ്പുറം പഞ്ചായത്ത് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മികവുറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അടയാളമാണ് ഇത്ര നല്ലൊരു വർക്ക്. ഇത് ബഷീർ സാഹിബിൻ്റെ MP ഫണ്ടിൽ നിന്ന് ലഭിച്ച ഒരു പദ്ധതിയാണെങ്കിൽ പോലും പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ വളരെ നല്ല നിലയിൽ അതിവിടെ ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. ഈ ബിൽഡിങ് നല്ലൊരു ബിൽഡിങ്ങാണ്, വലിയ ബിൽഡിങ്ങാണ്, വലിയ കെട്ടിടമാണ്, ചെറിയൊരു കെട്ടിടമൊന്നുമല്ല. ആയുർവേദ ആശുപത്രിയാണ്. ആയുർവേദത്തിന് പ്രാധാന്യമുണ്ട്. എല്ലാ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അലോപ്പതി നമ്മൾ പറയുന്ന മോഡേൺ മെഡിസിൻ, ഇംഗ്ലീഷ് മരുന്ന് എന്നൊക്കെ പറയണേ, അതുകൂടാതെ കഴിയില്ല. ആയുർവേദം പല കാര്യങ്ങൾക്കും നമുക്ക് വളരെ ആശ്രയിക്കാവുന്ന ചികിത്സാ പദ്ധതിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ആയുർവേദത്തിന് വലിയ പ്രാധാന്യം കൈവന്നിട്ടുണ്ട്. ഇന്ത്യയുടെ തനതായ വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ്. അതിന് വലിയ വികാസം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലുടനീളം ആളുകൾ പുറത്തുനിന്ന് വരെ ആയുർവേദത്തിൻ്റെ മണം, ആയുർവേദത്തിൻ്റെ ഫലസിദ്ധി അതനുഭവിക്കാൻ വേണ്ടി വിദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരികയാണ്. അതൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എൻ്റെ ചെറുപ്പം തന്നെ ആയുർവേദ മരുന്ന് മണത്ത് ബാല്യകാലാണെന്നാണ് ഞാൻ പറയുക. ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കോട്ടക്കലെ ആയുർവേദശാലയുടെ മുമ്പിലൂടെയാണ് ചന്തക്ക് പോവുക. കോട്ടക്കല ചന്ത ശനിയാഴ്ച. അപ്പോൾ തൈലം കാച്ചുണ്ടാവും, എണ്ണ കാച്ചുണ്ടാവും, അരിഷ്ടം, മറ്റു മരുന്നുകൾ, കഷായം, ഇതിൻ്റെ മണങ്ങനെ വരും. പണ്ട് വിറകിന് കത്തിക്കുകയാണ്, ഇന്നത്തെ മാതിരി ഒന്നുമല്ല. ഹോമിയോ ഉണ്ട്, അതും ആവശ്യമാണ്. ഓരോ ഒന്നിനും നമുക്ക് തള്ളിപ്പറയാം. സോക്കട് വരുന്നത് പേടിയാണ്. സോക്കട് വരണതിൻ്റെ പേടി മാത്രമല്ല, വളരെ പെട്ടെന്ന് അതിൻ്റെ ബില്ല് ഒരു ആശുപത്രിയിൽ പോയി കിടന്നാൽ ഒരു 2-3 ദിവസം കിടന്നാൽ തന്നെ ഒരാൾക്ക് താങ്ങാൻ കഴിയാത്ത ബില്ലാണ്. സംഗതി നാട്ടിലൊക്കെ ചികിത്സയ്ക്ക് ഇഷ്ടംപോലെ ആശുപത്രികളുണ്ട്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച്, സാധാരണക്കാർ മാത്രമല്ല, ഈ ഇടത്തരക്കാരും എല്ലാവരും, കുറേ മുകൾ തട്ടിലുള്ള കുറച്ച് സൗകര്യമുള്ളവരൊഴികെ ഇന്ന് ആശുപത്രി എന്ന് പറഞ്ഞാൽ പേടിക്കും. അത്ര വലിയ ബില്ലാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് ചികിത്സ സൗജന്യമായി ലഭ്യമാക്കുക എന്ന് പറയുന്നത് മഹത്തായൊരു കാര്യമാണ്. അത് ഔദ്യോഗിക തലത്തിൽ, ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ചെയ്യാൻ സാധിക്കണം. അതിന് കുറച്ചൊക്കെ നമ്മുടെ ജീവിത ചുറ്റുപാടും നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഹോട്ടൽ സംസ്കാരമാണ്. ഹോട്ടലും വേണം, ഭക്ഷണമൊക്കെ വേണം. പക്ഷെ അത് പരിധി വിട്ടാൽ ഇതൊക്കെ വല്ലാത്ത ശല്യമായിട്ട് മാറുന്നുള്ളതിനാണ് നമ്മളിന്ന് കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് ചില ഹോട്ടൽ തുറക്കുന്നത്. 11 മണി 10 പകലൊക്കെ അടച്ചിടും. 10 മണി 11 മണിക്ക് തുറക്കും. എന്നിട്ട് ഓരോ രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡുകൾ, അത് ഇത് പല രീതിയിലുള്ള ആളുകളെ വളരെ രസിപ്പിക്കുന്ന, ഇത് മനുഷ്യൻ ഉറങ്ങേണ്ട സമയമാണ്, ഭക്ഷണം കഴിക്കേണ്ട സമയമല്ല. ആർക്കത് അറിഞ്ഞുകൂടാത്തത്? ഇതിനൊക്കെ ശരീരത്തിൻ്റെ വ്യവസ്ഥ ഉണ്ട്. ശരീരം എന്ന് പറയുന്ന സാധനം കാരുണ്യവാനായ സർവശക്തൻ വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ ഭക്ഷണം കഴിക്കണം ഇന്ന സമയത്ത്, ഇന്ന സമയത്ത് വേറുള്ളത് ചെയ്യണം, ഇന്ന സമയത്ത് പല്ല് തേക്കണം, ഇന്ന സമയത്ത് കുളിക്കണം, ഇന്ന സമയത്ത് ഉണരണം, ഇന്ന സമയത്ത് ഉറങ്ങണം. ഇതിനൊക്കെ ഒരു വ്യവസ്ഥ വെച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഈ ശരീരം നന്നായിട്ട് നമുക്ക് പരിപാലിക്കാൻ സാധിക്കുന്നത്. രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ
അപ്പോൾ അത് എപ്പോഴെങ്കിലുമൊക്കെ മനുഷ്യൻ കുടുങ്ങിയിട്ട് കഴിക്കണമെങ്കിൽ തിരക്കടില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. നമ്മളെവിടെ പോയി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, രാത്രി എന്തെങ്കിലും കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ വല്ല വിഷമത്തിൽപ്പെട്ട് ഒരു പ്രശ്നത്തിൽപ്പെട്ട് അപ്പോൾ ഒക്കെ കഴിക്കേണ്ടി വരും. ഇതല്ലാതെ രസിക്കാൻ വേണ്ടി, അതേമാതിരി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദീർഘദൂരെ യാത്ര ചെയ്ത് വണ്ടിയൊക്കെ എടുത്ത് പോവാം. എനിക്ക് തീരെ മനസ്സിലാകാത്ത കാര്യമാണ് ഇതൊക്കെ. ഞാൻ എൻ്റെ കാര്യം പറയാം, എനിക്കത് കിട്ടുന്നൊരു ബന്ധമില്ല. ഞാനൊരു നാടൻ മനുഷ്യനായതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ പറയാൻ തോന്നുന്നത്. നാടൻ ആഹാരം, നാടൻ രീതികൾ, പഴയ സമ്പ്രദായങ്ങൾ, ഇതിലൊന്നും നമ്മൾ ഇതുവരെ എനിക്കിതിലൊന്നും ഒരു കമ്പ ഇത്രയും കാലമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വലിയൊരു പ്രശ്നം ഇതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മലപ്പുറം ജില്ലാ കലക്ടർ, ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് കളക്ടർ ചെയ്തത് നല്ല കാര്യമായിരുന്നു. കളക്ടർ വീഡിയോ ഇട്ടു, ഭക്ഷണത്തിൻ്റെ രീതി നമ്മളെ വലിയ വിഷമത്തിലേക്ക് കൊണ്ടുപോവാണെന്ന്. ഇപ്പം എന്നോട് അല്പം നേരത്തെ കളക്ടർ പറയായിരുന്നു, അല്ല നമ്മുടെ അപഗ്രഷൻ ചെയ്യിച്ചാൽ ആൾക്കറിയാം ഇത് വേഗം ഷൂട്ട് ചെയ്ത് കയറും, ഇടങ്ങറാവും, ബുദ്ധിമുട്ടാവും. പിന്നെ ഇപ്പോഴാണെങ്കിൽ പല രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം, പല രീതിയിലുള്ള അസുഖങ്ങളാണ്, ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട നമ്മുടെ ആബിദ് ഹുസൈൻ തങ്ങളും ബഹുമാനപ്പെട്ട നമ്മുടെ ബഷീർ അണ്ടത്താണിയും ബഹുമാനപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വസീമ അടക്കം ഇവിടുത്തെ ജനനേതാക്കളും സംഘടിപ്പിച്ചവരും എല്ലാവരും ഇവിടെ സംസാരിക്കാനുണ്ട്. പഞ്ചായത്തിലെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. വളരെ കാലമായിട്ട് സിദ്ദീഖ് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, ഇങ്ങനെ വലിയ ആശുപത്രി കെട്ടിടം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഛായയിലാണ് നിങ്ങൾ ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. അത് ഈ നാടിൻ്റെ സന്തോഷത്തെ തന്നെ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് അങ്ങേയറ്റത്തെ വികാരഭരിതമായ മനസ്സോടുകൂടി ഞാൻ ശ്രീ വേലായുധൻ അവരുടെ കുടുംബത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു എന്നൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ ചെറിയ വാക്കാണ്. അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വാക്കാണ്, അതൊക്കെ കേവലം ഔപചാരികമായ വാക്കാണ്. അതിലപ്പുറം നാട്ടിൽ ആശുപത്രി ഉണ്ടാകുമ്പോൾ പൊന്ന് വിലക്കുന്ന ഭൂമി വിൽക്കാൻ കഴിയണ ഒരു കാലത്ത്, പൊന്ന് വിലക്ക് ഭൂമി വിൽക്കാൻ കഴിയണ ഒരു കാലത്ത്, എല്ലായിടത്തും നല്ല വില ഭൂമിക്കുള്ളൊരു കാലത്ത് നമ്മുടെ ഈ പരിസരത്ത് അവരിതിന് വേണ്ട ഭൂമി നൽകി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്, ഈ നാട്ടിലെ നല്ല കാര്യങ്ങളെ സഹായിച്ചു പോന്നിട്ടുള്ളത് അധികവും കച്ചവടക്കാരും പ്രവാസികളുമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേലായുധേട്ടൻ, ശ്രീ വേലായുധൻ അവർകൾ, അദ്ദേഹം തിരുത്തി, വേലായുധൻ തീയം തിരുത്തി പ്രവാസിയായിരുന്നു. കഷ്ടപ്പെട്ടിട്ടും കുടുംബത്തിൻ്റെ കാര്യത്തിനൊക്കെയാണ് അന്യനാട്ടിൽ പോണത്, അല്ലാതെ സുഖിക്കാനല്ല ആരും കൊണ്ട് പോണത്. അങ്ങോട്ട് പോയിട്ട് വന്ന അവരാണ് പലതും ഇതൊക്കെ ചെയ്യുക, പ്രവാസികളും വ്യാപാരികളും. അവരെ ഈ നാടിനെ മറക്കാൻ കഴിയില്ല. കിഡ്നി നശിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട സംഗതി തെറ്റായ ഭക്ഷണ രീതിയാണ്. കിഡ്നി മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു സാധന. എല്ലാ അഴുക്കും അത് ശുദ്ധിയാക്കും, പക്ഷെ അതിനെ തന്നെ അഴുക്കാക്കുകയാണ്. എല്ലാ കേടും തീർക്കേണ്ട ആളാണ് കിഡ്നി. മൂപ്പരെ മോശാക്കിപ്പോൾ, കാരണം അതിലേക്ക് കൊടുക്കുന്നതൊക്കെ രാസപദാർത്ഥങ്ങളാണ്. ഈ നാവിൻ്റെ രുചിയൊക്കെ കെമിക്കൽസാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ബോധങ്ങളും കൂടുതൽ ഉണ്ടാകട്ടെ. അബൂബക്കർ ഡോക്ടറോടും സഹപ്രവർത്തകരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ഇടക്ക് കഴിയുമെങ്കിൽ ആരോഗ്യപരമായ നിർദ്ദേശങ്ങളോ പഠന പരിപാടികളോ ഗ്രാമീണരായ ജനങ്ങൾക്ക് ബോധം കൊടുക്കുന്ന മറ്റു പദ്ധതികളോ ആവിഷ്കരിക്കണം, നടപ്പിലാക്കണം. കൊച്ചു കൊച്ചു ക്ലാസ്സുകളോ ബോധനങ്ങളോ ഒക്കെ നടത്തണം. കോവിഡ് കാലത്ത് നിങ്ങൾ ഇവിടെ പ്രതിരോധ മരുന്ന് കൊടുത്തു എന്ന് കേട്ടു, നന്നായി. പല സ്ഥലത്തുനിന്നും കൊടുത്തിരുന്നു, ഹോമിയോ കൊടുത്തിരുന്നു, അതൊക്കെ നല്ല ഫലം ഉണ്ടായിട്ടുണ്ട്. ആയുർവേദം കൊടുത്തിട്ടുണ്ട്. കുറേയൊക്കെ സാധിക്കുന്ന പോലെ ഈ ആശുപത്രിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട്, നല്ലൊരു സമയത്ത് വെച്ച് ഇവിടങ്ങളൊക്കെ കാണാൻ അവസരമുണ്ടായതിൽ, ഒരു പുതിയ ആതുര ശുശ്രൂഷ കേന്ദ്രം, ഒരു വൈദ്യ കേന്ദ്രം, ഒരു ചികിത്സാ കേന്ദ്രം ഇവിടെ വരിക എന്നത് സന്തോഷമാണ്. നമ്മുടെ ഗ്രാമത്തിനൊരു അലങ്കാരവും അഭിമാനവും ആശ്വാസവും, അതിലേറെ ആശ്വാസവുമാണ്. സൗജന്യമായി മരുന്നൊക്കെ കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഔഷധി മരുന്നാണ്, ഒട്ടും മോശമല്ല, നല്ല നിലവാരം കാത്തു സൂക്ഷിക്കുന്ന മരുന്നാണ് ഔഷധി ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട്. അത്രയും നല്ലൊരു കേന്ദ്രത്തിൽ നിന്ന് ഇത്ര നല്ല ഒരു സ്ഥാപനം നമുക്കുണ്ടായി. അതിന് ബഷീർ സാഹിബ് MP ഫണ്ട് അതിൽ നിന്ന് അനുവദിച്ചു. അദ്ദേഹത്തെയും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും, ഇവിടെ ഇതിനു വേണ്ടി സഹകരിച്ച മുഴുവൻ നാട്ടുകാരെയും, വീണ്ടും വീണ്ടും സ്ഥലം വിട്ടുകൊടുത്ത കുടുംബത്തെയും, പരേതനായ ശ്രീ വേലായുധന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾക്കും സഹധർമ്മിണിക്കും നല്ലതായിരിക്കട്ടെ ഇവരുടെ ഈ ദാനം
അവർക്ക് എല്ലാ അർത്ഥത്തിലും ഐശ്വര്യവും സുഖവും സമാധാനവും സംതൃപ്തിയും അവർക്ക് മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും നന്മ മാത്രം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നല്ല മനസ്സാണല്ലോ ഇത്. നല്ല മനസ്സുള്ളവർക്ക് ഇവിടെ നന്മ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ആ നല്ല മനസ്സാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കണ്ണായ സ്ഥലത്ത് റോഡിൻ്റെ വക്കത്ത് ഈ മന്ദിരം, ഈ സ്നേഹമന്ദിരം ഉയർത്താൻ ഇടയാക്കിയിട്ടുള്ളത്. അവർക്കും പ്രത്യേകം ആദരത്തോടുകൂടി അവരുടെ ഈ മഹത്തായ കർമ്മത്തെ ഓർത്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ഇതിൻ്റെ പ്രത്യേകിച്ച് ശ്രീ വേലായുധേട്ടൻ്റെ അവരുടെ സഹധർമ്മിണി അവരുടെ സമ്മതത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി നിങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നടന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഷൈജുവും ഷിജുവും സൗജന്യമായി നൽകിയ ഈ സ്ഥലത്ത് ET മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ MP ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ നൽകി ഈ നാടിന് സമർപ്പിച്ച ഈ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ, ആയുർവേദ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനും ബഹുമാനനുമായ നമ്മുടെ പ്രിയങ്കരനായ MP അബ്ദുസ്സമദ് സമദാനി സാഹിബ്, പ്രിയപ്പെട്ടവരായി വേദിയിലുള്ള ബഷീർ, വസീമ, നസീറ, സദ്ദീഖ്, KT സദ്ദീഖ്, മറ്റ് ജനപ്രതിനിധികൾ, വേലായുധനൊക്കെ അടക്കമുള്ള ജനപ്രതിനിധികൾ. അത് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ നല്ലൊരു കെട്ടിടവും അതിനാവശ്യമായ സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഈ കെട്ടിടവും അതിൻ്റെ സൗകര്യങ്ങളും ഇവിടെ സമദാനി സാഹിബ് തുറന്നു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കളെയും സമയാസമങ്ങളിൽ സന്ദർഭോചിതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ പ്രകൃതിയോടും മണ്ണിനോടും മനുഷ്യനോടുമൊക്കെ നല്ല നിലക്ക് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യത്തിന് കാരണമാകുന്ന കാര്യമാണ്, നിലനിൽപ്പിന് കാരണമാകുന്ന കാര്യമാണ്. ഈ സ്ഥലം നൽകിയ തിരുത്തി വേലായുധൻ്റെ പ്രിയപ്പെട്ടവരായ കുടുംബാംഗങ്ങളെ ഈ നാടിന് വേണ്ടി നന്മ നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരു സ്നേഹോപഹാരം നമുക്ക് ഈ ഭൂമി സൗജന്യമായി വിട്ടുതന്ന ആ കുടുംബത്തിന് വേണ്ടി നൽകുകയാണ്. ബഹുമാനപ്പെട്ട MP അബ്ദുസ്സമദ് സമദാനി സാഹിബാണ് അത് നൽകുന്നത്. ബഹുമാനപ്പെട്ട MLA സാന്നിധ്യത്തിൽ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി റോജ ചേച്ചിയെ ആദരവ് ക്ഷണിക്കുന്നു. ഷൈജു. നമ്മളിതിൻ്റെ എഞ്ചിനീയർ വിഭാഗം കൈകാര്യം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓവർസിലൂടെയുള്ള രാജീവ് അയ്യപ്പൻ. സൗജന്യമായ സ്ഥലം നൽകിയ വേലായുധേട്ടൻ്റെ കുടുംബമാണ്. അവരോടുള്ള ഈ നാടിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിന്നത്. നമ്മളൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ, ഈ ലോകത്തോട് നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ, നാളെ നമ്മളെ ഈ നാട് എങ്ങനെ ഓർക്കും, അല്ലെങ്കിൽ ലോകം നമ്മളെ എങ്ങനെ കാണും എന്നുള്ളത് കൗതുകകരമായ ഒരു സംഗതിയാണ്. ആ ലോകം നമ്മൾ ഓർക്കണമെങ്കിൽ സമദാനി സാഹിബ് സൂചിപ്പിച്ചതോടെ മനുഷ്യൻ്റെ മനസ്സിലെ നന്മ, ആ നന്മ പ്രകാശിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് നമ്മളെ അടയാളപ്പെടുത്താൻ കഴിയും. നാളെ ലോകം ഓർക്കുന്നത് ഈ ഗ്രാമപ്രദേശത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ ആതുരാലയത്തിൻ്റെ പേരിലായിരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായ MP സമദാനി സാഹിബ് അവർകൾ, നമ്മുടെ ഈ ഒരു ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നസീറ അവർകൾ, ബഹുമാന്യനായ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൻ്റെ MLA, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, അതിലുപരി പ്രിയപ്പെട്ട ഈ സ്ഥലം വിട്ടു നൽകിയ വേലായുധേട്ടൻ്റെ ഫാമിലി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, ആധുനിക ചികിത്സാ രംഗത്ത് ശ്രദ്ധേയമായ ചികിത്സാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ നമ്മുടെ ഈ ഒരു പ്രദേശത്തും തല ഉയർത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് നമ്മളൊക്കെ അതിനെ നോക്കിക്കാണുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ
മുൻ MP ET മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ കരങ്ങളാൽ തുടക്കം കുറിക്കാൻ സാധിച്ച ഈ ഒരു കെട്ടിടം സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുകയാണ്. ചേട്ടൻ്റെ കുടുംബത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. നമുക്കറിയാം, നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ നമ്മുടെ പ്രദേശത്താണെങ്കിൽ പോലും ഇത് മറ്റുള്ള പഞ്ചായത്തിൽ തിരുനാവായ അതോടൊപ്പം തന്നെ ആദവനാട് ഉൾപ്പെടെയുള്ള മറ്റുള്ള പഞ്ചായത്തിലുള്ള രോഗികൾക്കുമൊക്കെ ആശാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇനി കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. വളരെ സമയം നേരത്തെ വന്ന നിങ്ങൾക്ക് പിരിഞ്ഞു പോകേണ്ട ആഗ്രഹം കൊണ്ടിരിക്കുകയാവും. ആയതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോലെ ഞങ്ങളുടെ സഹപ്രവർത്തകരായ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്തിന് വേണ്ടി വന്നത് നമ്മളെ കുറേ എല്ലാവരും കൂടി വന്ന് കൂട്ടായി വന്നിട്ട് സംഭവം കൊടുത്തതിന് ഇത്രയും പെട്ടെന്ന് ഫണ്ട് വെച്ച് ഒരു ബിൽഡിംഗ് ആക്കി കൊണ്ടുവന്നതിന് എല്ലാവരോടും നന്ദി അർപ്പിക്കുന്നു. പിന്നെ കൂടുതലൊന്നും സംസാരിക്കാനില്ല. എല്ലാവർക്കും ആശംസകളാണ്. ഉദ്ഘാടനം ചെയ്ത് സമദാനി സാഹിബ്, പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ആയുർവേദ ഡിസ്പെൻസറി ആദ്യം ഡിസ്പെൻസറി ആയിരുന്നു. ഇപ്പോഴാണ് അത് ആയുർ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ആയുർവേദ ഡിസ്പെൻസറി ആദ്യം 2001 നമ്മുടെ ഇവിടെ വാടക കെട്ടിടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്ര കാലം അത് വാടക കെട്ടിടത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. അതിന് വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഈ പ്രദേശത്തുള്ള കുറച്ച് ആളുകളുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഷൈജേട്ടൻ ഇവിടെ സ്ഥലം തരുകയും ആ സ്ഥലം കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ആശുപത്രി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനും കുറച്ച് ആളുകൾ MP-യെ കണ്ടു, MP-യോട് സംസാരിച്ചു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമുക്ക് കഴിഞ്ഞ MP-യുടെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ കിട്ടുകയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡിങ് ഇവിടെ കയറാൻ സാധിക്കുകയും ചെയ്തു. നേരത്തെ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവർ എല്ലാവരും പറഞ്ഞു, നമ്മുടെ ഇവിടെ ഈ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻ്റർ നമ്മുടെ പഞ്ചായത്തിൽ ഉള്ള പോലെ തന്നെ മറ്റുള്ള പഞ്ചായത്തിലും മാതൃകയാവണം. സമദാനി സാഹിബ്, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അതിലുപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റോജേഴ്ത്തി, ഷൈജു, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറി വാടക കെട്ടിടത്തിൽ ഒരുപാട് കാലമായി പ്രവർത്തിച്ചു വന്നിരുന്നതാണ്. അതിന് ഒരു കെട്ടിടം ഉണ്ടാവുക എന്നുള്ളതൊരു മോഹമായിരുന്നു. ഇവിടെ പലരും മോഹങ്ങളായിരുന്നു. അപ്പം ആ മോഹം നടക്കാൻ വേണ്ടി നമ്മൾ ഈ ഡിസ്പെൻസറി പഞ്ചായത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവിടെ സ്ഥലം സംഭാവന ചെയ്തിട്ട് പലരും താലൂക്ക് ആശുപത്രി കുറ്റിപ്പുറത്താണ്, ഹോമിയോ ഹോസ്പിറ്റലും കുറ്റിപ്പുറത്താണ്. അപ്പം നടുവട്ടംകാർക്ക് എല്ലാം കുറ്റിപ്പുറം പോയിട്ട് വേണം എല്ലാ സേവനങ്ങളും നേടണമെങ്കിൽ. അപ്പോൾ ഇവിടെ നടുവട്ടംകാർക്ക് ഈ ഒരു ആയുർവേദ ഡിസ്പെൻസറിയെങ്കിലും സ്വന്തമായി ഇവിടെ ഒരു കെട്ടിടത്തിൽ വേണം എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടാണ് കുറച്ച് പേര് ഷൈജുവിൻ്റെ ഫാമിലിനെ സ്ഥലം തരാൻ പലകർ ആവശ്യപ്പെട്ടിട്ട് ചെന്നത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരത് അനുവദിച്ച് തരുകയും ചെയ്തു. എന്തായാലും നമ്മുടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് നല്ലൊരു ആയുർവേദ ഡിസ്പെൻസറി നല്ലൊരു കെട്ടിടത്തിലൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഡിസ്പെൻസറി നല്ല നിലയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളുടെയും പേര് പറഞ്ഞ സമയങ്ങളില്ല. കുറേ കാലമായി നമ്മൾ കണ്ട ഒരു സ്വപ്നമാണ് ഇവിടെ ഒരു 15 മിനിറ്റ് മുന്നേ പൂവണിഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി എനിക്ക് മുമ്പ് പ്രസംഗിച്ചതൊക്കെ പറഞ്ഞു. വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ട്
പെടുന്ന സമയത്തും ദിനം പ്രതി 100-ൽ പരം OP കൃത്യമായി മുടങ്ങാതെ നടത്തിയ ഇപ്പോൾ നമ്മുടെ അബൂബക്കർ ഡോക്ടറും അതിനു മുമ്പുള്ള ഡോക്ടർമാരും ഒരു പ്രദേശത്തിൻ്റെ ആശാ കേന്ദ്രമായി നമ്മുടെ ഈ ആയുഷ്, അന്നത്തെ ആയുർവേദ ഡിസ്പെൻസറി, ഇന്നത്തെ ആയുഷ് പ്രൈമറി, ഈ കാണുന്ന അവസ്ഥയിലേക്ക് കൈപിടിച്ചു കൊടുക്കുന്നവരാണ്. ഇതിന് സ്ഥലം വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാവുകയും ആ ആഗ്രഹം ഞങ്ങൾ നടുവട്ടം വികസന കൂട്ടായ്മ അന്ന് നമ്മൾ റോഡിന് വേണ്ടി രൂപീകരിക്കുകയും അത് വിജയിക്കുകയും ചെയ്തപ്പോൾ എങ്ങനെയാണ് സ്ഥലം കിട്ടുക എന്ന ആലോചനയിൽ അവസാനം ഷൈജുവിലേക്ക് എത്തിച്ചേരുകയായി. ഷൈജുവിൻ്റെ വീട്ടിൽ പോയി വിനീതനായ ഞാൻ അന്ന് പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനാണ്. ഞങ്ങൾ വീട്ടിൽ ചെന്ന് ആദ്യഘട്ട ചർച്ചയിൽ തന്നെ വളരെ സന്തോഷപൂർവ്വം റോജ ചേച്ചിയാണ് ആവേശത്തോടെ തരാമെന്നേറ്റത്. 3 സെന്റ് സ്ഥലം നൽകാമെന്ന് ഏൽക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ സദസ്സിലുണ്ടാകേണ്ട ഒരാൾ അന്നുണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടത്തിൽ. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ടീച്ചറുടെ ഭർത്താവ് വിജയേട്ടൻ, അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പാടെ ആണ് അന്ന് റോജേച്ചിയുടെ വീട്ടിൽ പോയി സംസാരിച്ചത്. ആദ്യഘട്ടത്തിൽ 3 സെന്റ് സ്ഥലം തന്നു. പിന്നീട് ബിൽഡിങ്ങിന്റെ ഫണ്ട് 50 ലക്ഷമായി ഉയരുകയും ഈ കാണുന്ന ബിൽഡിംഗ് ഡിസൈൻ ചെയ്തപ്പോൾ അത് 3 സെന്റിൽ നിർമ്മിക്കാൻ പ്രയാസമാണ് എന്ന് ഓവർസെയർ പറഞ്ഞപ്പോൾ ബാക്കി സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ മടിച്ചാണ് ആ വീട്ടിലേക്ക് ചെന്നത്. പ്രവീൺ ഇവിടെ ഇരിക്കുന്നത്, പ്രവീൺ ആ കാര്യങ്ങൾ പറയും. പക്ഷെ ഒരു തടസ്സവുമില്ലാതെ അതിനാവശ്യമായ സ്ഥലം ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന അവരുടെ പൂർണ്ണമായ സ്ഥലവും നമുക്ക് നൽകി. ഇന്ന് ഈ കാണുന്ന ഈ സൗന്ദര്യമുള്ള കെട്ടിടം പണിയാനുള്ള തുടക്കം കുറിച്ചത് ആ കുടുംബമാണ്. എത്ര പുകഴ്ത്തിയാലും എത്ര പ്രശംസിച്ചാലും മതി വരില്ല ആ കുടുംബത്തെ. അമീതാജിയോട് ഇരിക്കുന്നുണ്ട്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ തൊട്ടടുത്ത 94-ാം നമ്പർ അംഗനവാടിക്ക് സ്വന്തമായി കെട്ടിട ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സ്ഥലം തരാം, അംഗനവാടിയും അവിടെ തന്നെ ആയുർവേദ ഡിസ്പെൻസറിയും കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷെ അന്ന് നമ്മൾ ശ്രമം നടത്തി. പക്ഷെ ഒരേ സ്ഥലത്ത് 2 കെട്ടിടം വരില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിട്ടു നൽകിയ 2.5 സെന്റ് സ്ഥലത്ത് ഇതുപോലെ ഒരു മനോഹരമായ ഒരു അംഗനവാടി കെട്ടിടമുണ്ട്. ഇതൊരു മാതൃകയാണ്. ഒരു നാടിന്റെ വികസനത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയമില്ലാത്ത ഒരു കൂട്ടമാണ് നടുവട്ടം വികസന കൂട്ടായ്മയായി രൂപീകരിച്ചത്. എല്ലാ പാർട്ടിയുടെയും ആളുകൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, എല്ലാ ആളുകളും ഒരുമിച്ചുകൊണ്ട് ഒരു സ്വപ്നത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാണ്. അതാണ് ഇപ്പോൾ പൂവണിയുന്നത്. ഇനിയും നമുക്ക് നടുവട്ടം മേഖലയെ ഒരുപാട് മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മക്ക് അതിന് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായിരുന്നാലും ഈ മഹത്തായ സന്ദർഭം നമുക്ക് സമ്മാനിച്ചത് അതുപോലെ നമ്മളിപ്പോൾ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇതിന്റെ സ്വാഗത സംഘം പഞ്ചായത്ത് പ്രസിഡന്റും കൂടി ഉണ്ടാകുമെന്ന് പറയാം. നിരവധി ആളുകൾ ഈ നിൽക്കുന്നവരൊക്കെ ഇപ്പോൾ സ്വാഗത സംഘത്തിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഹമീദാജി എഡിറ്റ് നിന്നുകൊണ്ട് ആവശ്യമായ ഫർണിച്ചറുകൾ ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പകുതി പ്രയാസം തീർന്നു. പിന്നീട് ഇന്ന് കാണുന്ന ഉദ്ഘാടന സമ്മേളനത്തിന്റെ വേദി ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ സുമനസ്സുകളുടെ ചെറുതും വലുതുമായ സംഭാവന കൊണ്ടാണ് നടക്കാൻ. അതുപോലെ എക്സാമിനേഷൻ ടേബിൾ, നമ്മുടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന ഒരു ടേബിള് കുറവായപ്പോൾ ഇവിടുത്തെ യുവജന സംഘടനയായ ടാലന്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അത് ഏറ്റെടുത്ത് അവരതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ്. നാളെ അതെത്തും. അത് അവർ ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ നാടിന്റെ ആവശ്യമാണ് എന്ന് കണ്ട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഈ ഒരു മനസ്സോടെയുള്ള യാത്ര നമുക്ക് നടുവട്ടത്തിന്റെ വികസന പൂർണ്ണതയിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നും പ്രിയപ്പെട്ട ഞങ്ങൾ വളരെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന വേലായുധേട്ടനൊക്കെ അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടിയ ആളാണ് ഞാനൊക്കെ. അദ്ദേഹത്തിന്റെ കുടുംബം നമുക്ക് നൽകിയ ഈ 5 സെന്റോളം വരുന്ന സ്ഥലം നമുക്കറിയാലോ. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത്ര ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലം തികച്ചും സൗജന്യമായി. അത് മാത്രമല്ല, ഒരു മകള് ഇതിൽ ഒപ്പിടേണ്ട ആള് കുറെ ദൂരെയാണ്, അവരിവിടെ അടുത്തൊന്നുമല്ല, നേരത്തെ വന്ന്.
അവർ നമ്മുടെ ആ സൗകര്യത്തിനനുസരിച്ച് 2 തവണയും നമുക്കത് ഒപ്പിടാൻ വേണ്ടി അവരുടെ പ്രയാസങ്ങൾ മാറ്റി വെച്ച് വന്നവരാണ്. പിന്നെ ഷൈജുവിൻ്റെ പ്രയാസങ്ങൾ, ഷൈജുവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് റസീദയും അവരും ഒക്കെ നമ്മോടൊപ്പം സഹകരിച്ച ആ കുടുംബത്തോട് നന്ദിയും കടപ്പാടും അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ സദസ്സിനും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ അറിയിച്ചു നിർത്തുന്നു. നമസ്കാരം. പഞ്ചായത്ത് മെമ്പർമാർ, റോജെഴുത്തി ഷൈജുവേട്ടനും അടങ്ങുന്ന നമുക്ക് സ്ഥലം തന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബം, പൊതുവെ നമ്മുടെ ഈ സ്ഥാപനം എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഞാൻ ഗൾഫിലാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ എനിക്ക് തോന്നുന്നുണ്ട് രഘുവേട്ടനും രാജീവേട്ടനൊക്കെ മെമ്പറായിരുന്ന കാലത്താണ് ഈ ആയുർവേദ ഡിസ്പെൻസറി വാടക കെട്ടിടത്തിലായിരുന്നു വേണ്ടില്ല ഇവിടേക്ക് നടുവട്ടം ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ കെട്ടിടം ഇവിടുന്ന് സ്വന്തമായി സ്ഥലമില്ല എന്നതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പോവും എന്ന് കേട്ടിട്ടാണ് അന്ന് നമ്മുടെ ഒരു തൊട്ട് മുന്നേ അപ്പുട്ടേട്ടൻ്റെ മരണശേഷം ഞാനും ഷൈജുവേട്ടനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഖത്തറിലാണ്. ഷൈജുവേട്ടനാണ് എന്നെ ഖത്തറിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ജയമാഷാണ് എന്നോട് ഒരു ദിവസം ഇവിടുന്ന് വിളിച്ച് പറയണത്, പ്രവീണ ഇങ്ങനൊരു സംഭവമുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ സ്ഥാപനം നമുക്കിവിടെ നിലനിർത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷൈജുവേട്ടനോട് പോയിട്ട് ഞങ്ങളൊക്കെ ഖത്തറിൽ ഒരുമിച്ച് റൂമിലുള്ള സമയത്ത് ഞാൻ അതേമാതിരി ഷൈജുവേട്ടനോട് ഈ വിഷയം പറഞ്ഞു. ഷൈജുവേട്ടൻ പറഞ്ഞു, ഫണ്ടുണ്ട് റെഡി ആയിട്ട്, സ്ഥലം തന്ന പെട്ടെന്ന് ഫണ്ട് പണി നടക്കുന്നുണ്ടെങ്കിൽ സ്ഥലം തരാം, ഞാൻ അമ്മോടും പെങ്ങളോടൊക്കെ സംബന്ധിച്ചിട്ട് വാങ്ങി സ്ഥലം തരാം, പക്ഷെ ഫണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാനൊക്കെ പ്രവാസം നിർത്തി നാട്ടിൽ വന്നു. പിന്നെ ഷൈജുവേട്ടന് വന്നിരുന്നു. അതിനുശേഷം ഈ റോഡിനായിട്ട് ബന്ധപ്പെട്ട് നടുവട്ടം വികസന കൂട്ടായ്മ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോണതിൻ്റെ ഇടയിലാണ് ദിവസം ഇതേ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് KT രാജീവേട്ടൻ, അന്ന് ജയമാഷ്, പിന്നെ തോന്നുന്നു ബാക്കി എല്ലാ മെമ്പർമാരും ഇവിടുത്തെ വിനോദ് ഹുസൈനൊക്കെ അടങ്ങിയ എല്ലാ മെമ്പർമാരും വന്നത് ഇവിടെ ഉണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് അപ്പോൾ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതേമാതിരി KTയോടെ ഞാൻ പറഞ്ഞു ഷൈജുവേട്ടൻ്റെ വീട്ടുകാർ തരും, പക്ഷേ അതിനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പ്രശ്നം എന്താണെങ്കിൽ ഫണ്ട് ഞങ്ങൾക്ക് റെഡിയായി കൊടുക്കാൻ പറ്റണം, വെറുതെ സ്ഥലം വാങ്ങിയിട്ടിട്ട് അങ്ങനെ കിടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു അന്ന് രാജീവേട്ടനും ഉണ്ട് KTയുണ്ട്, ഒരു രണ്ടാളും ഉറപ്പ് പറഞ്ഞാൽ നമുക്ക് ഫണ്ട് ഉണ്ടാക്കാം, ആഷിക്കുണ്ട്, ആഷിക്കാൻ്റെ കാര്യമായിട്ട് ഫണ്ട് ഉണ്ടാക്കാം, നമുക്ക് ഫണ്ട് സെറ്റാക്കാം, നമുക്ക് പോയി സംസാരിക്കാം. അപ്പം മുൻധാരണ വെച്ചിട്ട് തന്നെ ഷൈജുവേട്ടനോട് സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ വരും, എല്ലാവരും കൂടി വരും. പിന്നെ ഞാൻ സ്വാഭാവികമായിട്ട് ഷൈജുവേട്ടൻ്റെ കുടുംബത്തിന്, പക്ഷേ ഞാൻ ആ കുടുംബത്തിൻ്റെ അംഗം പോലെയാണ്. പിന്നെ ഇപ്പോൾ അപ്പുട്ടേട്ടൻ വേലചേട്ടൻ എന്ന് പറഞ്ഞ അപ്പുട്ടേട്ടൻ സ്വാഭാവികം ഞാൻ ഇവിടെ യുണീക്കൊക്കെ നടത്തുന്ന കാലത്ത് ഇവിടെ ഇബ്രാഹിം കുട്ടി പോലുള്ള കുട്ടികൾക്ക് അറിയാം, ഞങ്ങൾക്ക് ഓണാഘോഷത്തിന് എന്നും സദ്യ സ്പോൺസർ എല്ലാ വർഷവും ഈ അപ്പുട്ടേട്ടൻ്റെ വകയാണ്. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ട് തന്നെ മുൻകൂട്ടി പറഞ്ഞായിരുന്നു. പോയി സംസാരിച്ചു, സ്ഥലം തരാൻ സമ്മതിച്ചു. 3 സെൻറ്റ് സ്ഥലമായിരുന്നു അന്ന് ചോദിച്ചത്, നമ്മൾ തരാൻ സമ്മതിച്ചു. പിന്നീട് ഇങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞതനുസരിച്ചിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നു, സ്ഥലം തന്നു, ഫണ്ട് വന്നിട്ടില്ല, ഒന്നും പ്രവൃത്തിയായിട്ടില്ല. പിന്നീട് അതിനൊരു രൂപയുടെ കോമൾ ടീച്ചർ തിരുവനന്തപുരത്തൊക്കെ പോയി മന്ത്രിമാരെയൊക്കെ പോയി കണ്ടിരുന്നു. പിന്നെ സ്ട്രക്ചർ അതിന് നമ്മളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിരുന്നു, എഞ്ചിനീയറെ കൊണ്ട് കൊടുത്തു. പക്ഷെ അത് എവിടെയോ വിചാരിച്ച ലെവലിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ നീങ്ങിയില്ല. അത് പിന്നെയും ഡിലേ കണ്ടപ്പോഴാണ് ഞാൻ ആഷിക്കിന് ഇതേമാതിരി KTയോടൊക്കെ എവിടെ നിന്നായാലും വേണ്ട ഫണ്ട് കിട്ടണം. അങ്ങനെ ടീച്ചർ പാവം ടീച്ചർ കുറേ കഷ്ടപ്പെട്ടാണ്. ജയമാഷാണ് അന്ന് ഇതേമാതിരി ഷൈജുവേട്ടനോട് പോയി ഞാൻ ഇതേമാതിരി 2 വാക്ക് പറഞ്ഞിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ടീച്ചർ കൂടി ആഷിക്കിനോട് പറഞ്ഞ് പരപ്പാല സിദ്ധിയൊക്കെയാണ് എല്ലാവരും കണ്ടിട്ടായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഫണ്ട് വേണം, ഈ സംഭവം ഇവിടെ നടക്കണം. അങ്ങനെയാണ് എന്തായാലും അന്നത്തെ ലീഗ് കമ്മിറ്റി ഒന്ന് UDFൻ്റെ കമ്മിറ്റിയും പൊതുവായിട്ടൊന്ന് പെട്ടെന്ന് തീരുമാനം എടുത്ത് ഫണ്ടാക്കലും ഈ ഇത്ര ഭംഗിയായ അതെനിക്ക് തോന്നുന്നു ഫണ്ട് അനുവദിച്ചിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു കെട്ടിടം ഉണ്ടായത് എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഉള്ളു തോന്നുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ പൊതുവെ ഡിലേ ആയി പോകുക. അപ്പോൾ എന്തായാലും ഇത്ര നല്ല പ്രവൃത്തിയായിട്ട് നടന്നേൽ അതിനിടയ്ക്കൊക്കെ നമുക്കുണ്ടായിരുന്നത് പെട്ടെന്ന് നടക്കുമ്പോൾ ഒത്തിരി നടക്കുകയോ ബാക്കി കാര്യങ്ങളാവുമോ. എന്തായാലും മനോഹരമായ പരിപാടിയായി. പിന്നെ അവരെ വീട്ടുകാർക്കും അത് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കുന്നു. ഇന്ന് ചേച്ചിനെ കണ്ടപ്പോൾ പറഞ്ഞു, വേലാട്ടിൻ്റെ ഫോട്ടോ എന്തൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, പിന്നെ വളരെ സന്തോഷമായി പ്രവിയെ എന്നുള്ളത് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ പരിപാടിക്ക് ഇങ്ങനെ വൃത്തിയായി നടന്നതിലും എല്ലാ ആശംസകൾ. പിന്നെ ഞാനടങ്ങുന്ന ഞങ്ങളുടെ ചെറിയ കമ്മിറ്റികളൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ അതിൻ്റെ ഉന്നതിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ മുഴുവൻ ആളുകളും ഉണ്ടാവും. എല്ലാവിധ ആശംസകളും ഇന്നത്തെ ഈ പരിപാടിക്ക് അർപ്പിക്കുന്നു. ശ്രീ വേലായുധൻ വൈസ് പ്രസിഡന്റ്, കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷത വഹിച്ച ശ്രീമതി നസീറ പറത്തൊടി,
കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ MP അബ്ദുൽ സമദ് സമദാനി, മുഖ്യാതിഥി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നടുവട്ടം എന്ന കൊച്ചു ഗ്രാമത്തിൽ ആയുർവേദ ഡിസ്പെൻസറിക്ക് സ്ഥലം അനുവദിച്ചു തന്ന തീയന്തുരുത്തി വേലായുധേട്ടൻ്റെ കുടുംബത്തിനും ഫണ്ട് അനുവദിച്ചു തന്ന പ്രയത്നിച്ച ET മുഹമ്മദ് ബഷീർ സാറിനും കേന്ദ്ര സർക്കാരിനും BJP നടുവട്ടം ഏരിയ സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ശ്രീ MP അബ്ദുൽ സമദ് സമദാനി, അതേപോലെ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും സദസ്സിൻ്റെ പേരിലും അതേപോലെ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് പിരിച്ചുവിടാണ്.